CPIയിൽ ചേർന്ന കാപ്പ കേസ് പ്രതിയെ നാടുകടത്തി പോലീസ്. ഡിവൈഎഫ്ഐ മലയാലപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റ് ശരൺ ചന്ദ്രനെയാണ് നാടുകടത്തിയത്. അതേസമയം നാടുകടത്തലിൽ വിശദീകരണവുമായി CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വം രംഗത്തെത്തി. കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ CPIMലേക്ക് മാലയിട്ട് സ്വീകരിച്ചത് വിവാദമായിരുന്നു. സ്വയം തിരുത്താൻ വേണ്ടിയാണ് BJP വിട്ട് ശരൺ ചന്ദ്രൻ അടക്കമുള്ളവർ എത്തിയതെന്നായിരുന്നു CPIM വിശദീകരണം. ഇഡ്ഡലി എന്ന് വിളിപ്പേരുള്ള ശരൺ ചന്ദ്രൻ പിന്നീട് ഡിവൈഎഫ്ഐ മലയാലപ്പുഴ മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായി. 2023 നവംബറിൽ SFI പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായ ശരൺ ചന്ദ്രൻ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തിരുന്നു. വീണ്ടും കേസുകളിൽ ഉൾപ്പെട്ടതോടെയാണ് ഒരു വർഷത്തേക്ക് ജില്ലയിൽ നിന്ന് നാടുകടത്തി DIG S അജിത ബീഗം ഉത്തരവിറക്കിയത്. ഒരു കേസിലും പാർട്ടി ഇടപെടില്ല എന്നതിന്റെ തെളിവാണ് നാടുകടത്തലെന്നതായിരുന്നു CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പ്രതികരണം. കാപ്പ കേസിൽ ഉൾപ്പെട്ട പലരും നിരപരാധികളെന്നും വിശദീകരണം. ആരൊക്കെയാണോ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരുടെ കേസുകളിൽ CPIM ഇടപെടില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിയമസഭയിൽ ഇന്ന് പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലും പ്രതിപക്ഷം കാപ്പ പ്രതികളുടെ പാർട്ടി പ്രവേശനം ചർച്ചയാക്കിയിരുന്നു. 24 പത്തനംതിട്ട.